നമസ്കാരം. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാൻ നാട്ടിൽ പോയ വീഡിയോ ആണ് കേട്ടോ. രാത്രിയാണ് ഞാൻ പുറപ്പെട്ടു പോയത്. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കണക്ക് കൂട്ടി ഇങ്ങനെ പോവും. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ സമയം ഒരേപോലെ നടക്കില്ലല്ലോ, നമ്മൾ വിചാരിക്കുന്നത് നടക്കില്ലല്ലോ. അപ്പോൾ അതേപോലത്തെയാണ് ഞാൻ ഓണത്തിന് പോകാമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് വീട്ടിലേക്ക്. എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഓണമായ വീട്ടിൽ പോവാം അങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ആശുപത്രി കേസ് വന്നു. നമുക്ക് വീട്ടിൽ പോകേണ്ടതായിട്ട് ഒരു സാഹചര്യമായി. അപ്പം ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലെത്തി. ഇതെൻ്റെ ചേച്ചിയുടെ മോളാണ് കേട്ടോ. അപ്പോൾ എനിക്കൊരു പെൺകുട്ടിയും ഒരാൺകുട്ടിയാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടിലത്തെ പെൺതരി. അപ്പോൾ ഇവളാൾ നല്ല കമ്പനിയാട്ടാ. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റത്തെ മൂത്ത മോളെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയി. ചേച്ചിയുടെ ഹസ്ബൻഡിനാണ് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ആൾക്ക് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കാണാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ചേച്ചിയുടെ വീടിൻ്റെ അവിടെ തന്നെ ഒരു തോടുണ്ട്. തോട്ടിൽ നല്ലോണം വെള്ളം പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ തോടെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിലൊക്കെ വെള്ളം കയറി. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല, വെള്ളമൊക്കെ ഇറങ്ങി. അപ്പോൾ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള തോട് കേട്ടോ. നല്ലോണം വെള്ളം പോകണ്ടായി, നല്ല സ്പീഡിൽ വെള്ളം പോകണ്ടായിട്ടാണ്. അപ്പം നാട്ടിലുള്ളവർക്ക് ഇതൊന്നും വലിയ പ്രാധാന്യമുള്ള കാര്യമാവില്ല അല്ലേ. എന്നാലും നമ്മുടെ വീഡിയോ കാണുന്നവർ പുറത്ത് നമ്മുടെ നാട്ടിലല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് നല്ലൊരു കാഴ്ചയല്ലേ ഇത്. നല്ലോണം മിസ് ചെയ്യുന്നുണ്ടാവില്ലേ എന്നെ പോലെയുള്ള ആൾക്കാരൊക്കെ. ഞാൻ നല്ലോണം മിസ് ചെയ്യും കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ നമുക്ക് സ്ഥിരം കാണാൻ പറ്റില്ലല്ലോ. സ്ഥിരം കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അതിനോട് വലിയൊരു ഇതുണ്ടാവില്ല. എന്താ പറയുക, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയണ പോലെ ഈ സ്ഥിരം കാണുന്നവർക്ക് അത് വലിയ പ്രാധാന്യമുള്ള കാര്യമാവില്ല. പക്ഷെ നമ്മൾ എല്ലായ്പ്പോഴും കാണുന്നവർക്ക് അതൊരു പ്രാധാന്യമുള്ള കാര്യം തന്നെയല്ലേ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ. അപ്പം ഞാൻ അവിടെ നിന്നില്ല, വേഗം വീട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് വരേണ്ട ആവശ്യമുണ്ടായി. എന്ന് വെച്ചാൽ നമുക്ക് മൺഡേ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകണ്ടേ. അപ്പോൾ ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു പോന്നു. ഒരു 5 മണി 5:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടാ. അപ്പോൾ അത് ചായ കുടിക്കാൻ വേണ്ടി ഒരു ബേക്കറിയിൽ കയറി നമ്മൾ ചായയൊക്കെ കുടിച്ചു. പക്ഷേ രണ്ടാമത്തെ ആളൊന്നും കഴിച്ചില്ല. അവനത് ഒരു ഐസ്ക്രീം മതി എന്ന് പറഞ്ഞ ആളത് ഐസ്ക്രീമും കൈ പിടിച്ചിരിക്കുകയാണ്. വേറെ ഒന്നും കഴിച്ചില്ല ആൾ. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പിന്നെ കാറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കൂടപ്പുറപ്പാണ് നമ്മുടെ വിശപ്പ് അല്ലേ. നമുക്ക് എപ്പോൾ നോക്കിയാലും ഞാൻ മണി ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, വിശക്കണോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിതേ കാറിൽ കയറിയിരുന്ന് കുറച്ചങ്ങോട്ട് ദൂരെ പോകുമ്പോൾ തന്നെ അടുത്ത വിശപ്പിൻ്റെ സമയമായി. അപ്പോൾ നമ്മൾ വേഗം ഒരു ഹോട്ടലും കൂടി കയറി ഡിന്നറൊക്കെ കഴിച്ചു. എന്ന് വെച്ചാൽ വീട്ടിൽ പോയി ഇനി വെച്ച് കഴിക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ല. എന്താ വെച്ചാൽ ടയേർഡായി. പിന്നെ നല്ല മഴയുള്ള സമയമായിരുന്നു കേട്ടോ. നല്ല കാര് കണ്ട മഴക്കാർ. അപ്പോൾ നമ്മൾ ഒരു ഹോട്ടലിൽ കയറി അവിടെ നിന്ന് എന്തൊക്കെയോ ഓർഡർ ചെയ്തു, കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അപ്പം ഇവരാണ് മെയിൻ ആൾക്കാർ, ഓരോന്ന് നോക്കണം കണ്ട. അപ്പോൾ അതൊക്കെ നോക്കി അവരാണ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ അവർ പറഞ്ഞു. പക്ഷേ എന്താ കാര്യം, ഒന്നും കഴിക്കില്ല കേട്ടോ. ഇവരൊക്കെ ഓർഡർ ചെയ്യും, ഇവരെ ബാക്കിയൊക്കെ ഞാൻ കഴിക്കാതിരിക്കണം. അതാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ എനിക്ക് അധികം കഴിക്കാനൊന്നും പറ്റിയില്ല. എന്ന് വെച്ചാൽ നമ്മളപ്പം തന്നെയല്ലേ ചായ കുടിച്ചത്. അപ്പോൾ ഞാനൊരു ചപ്പാത്തി തന്നെ കഴിച്ചാൽ ചപ്പാത്തിയും കുറച്ച് ബിരിയാണിയും കഴിച്ചു. പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല. അതെ, അവനൊരു റോസ്റ്റാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ആൾക്ക് പൊറോട്ട പറഞ്ഞു. എന്തൊക്കെയാണ് അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു. കഴിക്കാൻ പറ്റാത്തതൊക്കെ നമ്മൾ പാർസൽ ചെയ്ത് വീട്ടിൽ പോയി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ വേസ്റ്റ് ചെയ്യാനും പറ്റില്ലല്ലോ. ഫുഡല്ലേ, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്നതല്ലേ അല്ലേ. അപ്പോൾ നമ്മൾ കഴിക്കാൻ പറ്റാത്തതൊക്കെ പാർസൽ ചെയ്തു കേട്ടോ. അപ്പോൾ വീട്ടിൽ പോയിട്ട് നമുക്ക് വിശക്കണമെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ വീണ്ടും നമ്മൾ അവിടെ നിന്ന് കഴിച്ചപ്പോൾ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി കുറച്ചും കൂടി ട്രാവൽ ചെയ്യാനുണ്ടായി വീട്ടിലേക്ക്. അപ്പോൾ 1 മണിക്കൂറത്തെ ട്രാവലും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൂടി കഴിഞ്ഞ് വീട്ടിൽ പോയി. പിന്നെ എപ്പോഴും പോലെ തന്നെ നമ്മൾ വന്ന് ഉറങ്ങുക. രാവിലെ നമ്മുടെ റൊട്ടീൻ തുടങ്ങും. സ്കൂളിൽ പോവുക, ചേട്ടൻ ജോലിക്ക് പോവുക, അങ്ങനത്തെ പരിപാടികളൊക്കെ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ, മറക്കരുത്. എന്താണെന്ന് വെച്ചാൽ കാണുന്നവർ കുറച്ചിന് നമുക്ക് സബ്സ്ക്രൈബൊക്കെ ആയേക്കണത്. അപ്പോൾ കാണുന്ന പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.